പൈലറ്റ് ക്രിസ്മസിന് വീട്ടിലേക്ക് പോകാനൊരുങ്ങി ഒരു ഫൈറ്റർ ജെറ്റ് പറത്തുകയായിരുന്നു. പറന്നുയർന്നപ്പോൾ എയർപോർട്ടിലെ ലൈറ്റുകൾ അണഞ്ഞു. പക്ഷേ അയാൾ കാര്യമാക്കിയില്ല. ഏകദേശം 1 മണിക്കൂർ പറന്നതിനുശേഷം ആകാശത്ത് മിന്നലുകൾ കണ്ടുതുടങ്ങി. വിമാനത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതായി. അയാൾ കൺട്രോൾ ടവറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. വഴിതെറ്റിയ അയാൾ കടലിനു മുകളിലൂടെ പറക്കുകയായിരുന്നു. ഇന്ധനം തീരാറായപ്പോൾ നിരാശനായി. അപ്പോഴാണ് ഒരു ബോംബർ വിമാനം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ബോംബറിന്റെ പൈലറ്റ് വഴിതെറ്റിയ ഈ പൈലറ്റിന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ പിന്തുടരൂ എന്നു പറഞ്ഞു. ബോംബർ പൈലറ്റിന്റെ സഹായത്തോടെ ഇരുവരും ഒരു വിമാനത്താവളത്തിന് മുകളിലെത്തി. ഫൈറ്റർ പൈലറ്റ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്ന് കണ്ടപ്പോൾ ബോംബർ വിമാനം തിരികെ പറന്നുപോയി. പൈലറ്റ് കോക്പിറ്റിൽ നിന്നിറങ്ങി അടുത്തുള്ള കാന്റീനിലേക്ക് പോയി. കാന്റീനിലെ ഭിത്തിയിൽ ഒരു ഫോട്ടോ കണ്ട് പൈലറ്റ് അത്ഭുതപ്പെട്ടു. അതുതന്നെ ലാൻഡ് ചെയ്യാൻ സഹായിച്ച പൈലറ്റിന്റെ ഫോട്ടോയായിരുന്നു. ഇതാര് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ ബേസിലെ ധീരനായ പൈലറ്റായിരുന്നു. വഴിതെറ്റിയ വിമാനങ്ങളെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. പക്ഷേ 1943 ക്രിസ്മസ് രാത്രിയിൽ അദ്ദേഹത്തിന്റെ ബോംബർ കടലിൽ തകർന്നു. ഇന്ന് അതിന് 14 വർഷം തികയുന്നു. ഇത് കേട്ട് ഞെട്ടിയ പൈലറ്റ് ബോംബർ വിമാനത്തിന്റെ ശബ്ദം വീണ്ടും കേട്ട് പുറത്തേക്കോടി. എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ചില വാഹനങ്ങൾ അവിടേക്ക് വന്നു. അതിലുണ്ടായിരുന്ന പട്ടാളക്കാർ പറഞ്ഞു, നിങ്ങളുടെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ തേടിവന്നതാണ്. തന്റെ വിമാനം റൺവേ ലൈറ്റ് ഉപയോഗിച്ച് ഒരു ബോംബർ പൈലറ്റ് ഇറക്കാൻ സഹായിച്ചെന്ന് പൈലറ്റ് അവരോട് പറഞ്ഞു. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഈ സ്ഥലം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല. ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ കണ്ട വൃത്തിയുള്ള കാന്റീൻ പൊളിഞ്ഞതും വിജനവുമായിരുന്നു.